ധീവരസഭ വൈപ്പിൻ താലൂക്ക് പ്രവർത്തക സമ്മേളനം നായരമ്പലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ധീവരസഭ വൈപ്പിൻ താലൂക്ക് സെക്രട്ടറി MG സുഗുണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് AK സരസൻ അധ്യക്ഷത വഹിച്ചു. ഹൈബിയുടെ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ധീവരസഭ ജനറൽ സെക്രട്ടറിയും മുൻ MLAയുമായ V ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി. N ഉണ്ണികൃഷ്ണൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് KS ഷൈജു, ഡോക്ടർ ഹരിത PP MBBS, ഡോക്ടർ MK ഗോപിക BDS, കേരള സർക്കാരിന്റെ മത്സ്യത്തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നേടിയ TK മുരളീധരൻ, ഡൽഹിയിൽ നടന്ന ജൂഡോ മത്സര ജേതാവായ അനന്തു സുനിൽ, ക്രിക്കറ്റ് സ്റ്റേറ്റ് പ്ലെയർ അപ്പു പ്രകാശ് തുടങ്ങിയവരെ ആദരിച്ചു. KK തമ്പി, ശാന്തി മുരളി, KV സാബു തുടങ്ങി നിരവധി പ്രമുഖർ ആശംസാ പ്രസംഗം നടത്തി. ധീവരസഭ ട്രഷറർ KK ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വനിതാ സമ്മേളനവും നടന്നു. എന്ന് പറയുകയാണ്. ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളി വിഭാഗം എന്ന് പറയുന്നത്. വൈപ്പിൻകരയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വർഷകാലത്തും വേനൽക്കാലത്തായാലും പഴയ മാതിരി അല്ലാത്ത രീതിയിൽ, അതായത് കാലം തെറ്റി വരുന്ന വ്യത്യാസങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഇതിനെല്ലാം ഇരകളാകുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളായ ആളുകളാണ്. അപ്പോ അതിനെല്ലാം ഒരു പരിഹാരം ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയും കൂടി ഞാൻ ഈ അവസരത്തിൽ വെക്കുകയാണ്. അഖില കേരള ധീവരസഭയുടെ വൈപ്പിൻ താലൂക്കിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ സരസൻ ചേട്ടൻ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ഈ സംഘടനയുടെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള മുൻ MLA കൂടിയായിട്ടുള്ള ശ്രീ ദിനകരൻ ചേട്ടൻ, വൈപ്പിൻ താലൂക്ക് ധീവരസഭയുടെ സെക്രട്ടറി ശ്രീ MG സുഗുണൻ, ജില്ലാ BJPയുടെ പ്രസിഡന്റ് ശ്രീ KS ഷൈജു, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ധീവരസഭയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റിയുടെയും താലൂക്ക് യൂണിയന്റെയും പ്രിയപ്പെട്ട ഭാരവാഹികൾ, മഹിളാ സഭയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷ അടക്കം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സഹപ്രവർത്തകരെ, ധീവരസഭയുടെ ഭാരവാഹികളെ, മഹിളാ യുവജന ഭാരവാഹികളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയും ഏറെ അഭിമാനത്തോടു കൂടിയുമാണ് ഈ പ്രവർത്തക സമ്മേളനത്തിലും മഹിളാ യുവജന സാംസ്കാരിക സമ്മേളനത്തിലും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രഗത്ഭരെ ആദരിക്കുന്ന ഈ ചടങ്ങിലും നിങ്ങളോടൊപ്പം ഞാൻ സംബന്ധിക്കുന്നു. ഞാൻ ദീർഘമായ പ്രസംഗം നടത്തുന്നില്ല. ചരിത്രപരമായി അവകാശ പോരാട്ടങ്ങൾക്ക് സന്ധിയില്ലാത്ത സമരം ചെയ്ത, ഇന്ന് സമൂഹത്തിൽ ഒരുപാട് വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും ഒരുപാട് മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു സമൂഹമാണ്. അതിൽ അഖില കേരള ധീവരസഭ വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. തീരദേശ ജനതയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ചിലപ്പോൾ പറയാത്ത ഒരു കാര്യമാണ്, സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി. ആ ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു കോൺട്രിബ്യൂഷൻ
കേന്ദ്ര സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടുണ്ടാക്കുന്ന ഭവന പദ്ധതിയാണ്. മുൻകാലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം, ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബുകൾക്ക് മാത്രം ഭവന പദ്ധതികൾ ഉണ്ടായിരുന്നു. ആ ഭവന പദ്ധതി നിർത്തലാക്കിയിട്ടാണ് ലൈഫ് എന്ന വിശാലമായ രൂപത്തിലുള്ള ഭവന നിർമ്മാണ പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്നാൽ യാതൊരു പ്രയോറിറ്റിയും മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആഗോള കാലാവസ്ഥ വ്യതിയാനം നടക്കുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഏത് ചുഴലിക്കാറ്റുണ്ടായാലും അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ആളുകൾ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. നമ്മൾ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ കരയിലേക്ക് കയറുന്നത് അവരുടെ ജീവനോപാധിയും തകർത്ത് പല സ്ഥലത്തും കടൽ ഭിത്തി ഇല്ലാത്ത ഈ വൈപ്പിൻ കരയിലടക്കം നായരമ്പലത്താണെങ്കിലും ഇടവനക്കാരാണെങ്കിലും പല പ്രദേശങ്ങളിലും കടൽ ഭിത്തിയുടെ അഭാവവും എല്ലാം വലിയ തോതിൽ നമ്മുടെ ജീവിതത്തെ എല്ലാം ബാധിക്കുന്നുണ്ട്. ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് മറ്റ് പല നിയമങ്ങളും ഒരു സാധാരണക്കാരന് വീട് വയ്ക്കാൻ CRZ എന്ന നിയമത്തിലൂടെ നിലനിൽക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ഇപ്പൊ കേന്ദ്ര സർക്കാർ പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി. കേരളത്തിലെ 66 പഞ്ചായത്തുകളെ, എറണാകുളം ജില്ലയിലെ 10 പഞ്ചായത്തുകളെ CRZ 3 നിന്ന് 2 എന്ന പരിധിയിലേക്ക് മാറ്റി. വലിയ ആശ്വാസം ആ പഞ്ചായത്തുകൾക്ക് ലഭിക്കും. ആ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ചെല്ലാനം, കുമ്പളങ്ങി, ചേരാനെല്ലൂർ, അതുപോലെ തന്നെ മുളവുകാട്, എളമുണ്ടപ്പുഴ, ഈ പഞ്ചായത്തുകൾക്കെല്ലാം അതിൻ്റെ പ്രയോജനം ലഭിക്കുമെങ്കിലും, കുമ്പളമടക്കമുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുമെങ്കിലും നമ്മുടെ ഈ വൈപ്പിൻ താലൂക്കിന്റെ കീഴിലുള്ള കുഴുപ്പള്ളി ആണെങ്കിലും പള്ളിപ്പുറമാണെങ്കിലും എടവനക്കാട് CRZ 3C-യിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകൾ, നായരമ്പലം അടക്കമുള്ള പഞ്ചായത്തുകളാണെങ്കിലും ഇതിന്റെ ഞാക്കലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പഞ്ചായത്തുകൾക്കൊന്നും തന്നെ CRZ 3-യിൽ നിന്ന് 2-ലേക്ക് ആവാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, എടവനക്കാട് 3C-യിൽ നിന്ന് മാറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഇതിന്റെ നിരീക്ഷണം വെച്ച് നോക്കുമ്പോൾ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പഞ്ചായത്തുകൾ, ഒരു സ്ക്വയർ മീറ്ററിൽ ഇത്രയും അധികം ആളുകൾ താമസിക്കുന്ന പഞ്ചായത്തുകൾ, ജനസംഖ്യ അനുപാതത്തിൽ ഉള്ള പഞ്ചായത്തുകൾ, അത് വെച്ച് നോക്കുമ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം 3-യിൽ നിന്ന് 2 ആകാൻ അർഹതപ്പെടുന്നത്. ഞാൻ ഈ 3-2 എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നമ്മുടെ പുഴയിൽ നിന്നോ കടലിൽ നിന്നോ 20 മീറ്റർ മാത്രം 2 എന്ന പഞ്ചായത്തിൽ വീട് പണിയാനുള്ള സാങ്ഷൻ ലഭിക്കും. നിലവിൽ അത് 100 മീറ്റർ ആയിട്ട് നിലനിൽക്കുകയാണ് ബാക്കി പഞ്ചായത്തുകൾ. കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ലഭിക്കുന്ന അതേ ആനുകൂല്യം ഈ സ്ഥലങ്ങളിൽ ലഭിക്കുമെന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. നമ്മൾ തീരദേശത്തെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ വിസ്മരിക്കപ്പെടുന്നത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം കൂടിയാണ്. പലപ്പോഴും എൻ്റെ ദിനേരചേട്ടൻ വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കുമ്പളം അരൂർ പാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രഡ്ജിങ്, അതിൽ ഡ്രഡ്ജ് ചെയ്യപ്പെടുന്ന ആ വേസ്റ്റ് എല്ലാം പുഴയിൽ തന്നെയാണ് നിക്ഷേപിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. 2018 പ്രളയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം നമ്മുടെ പുഴകളിൽ, നമ്മുടെ കായലുകളിൽ അടിഞ്ഞിട്ടുള്ള മാലിന്യവും എക്കലും ഒന്നും തന്നെ, അത് പോർട്രസ്റ്റ് ആണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അത് നീക്കം ചെയ്യാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ വാട്ടർ മെട്രോന്റെ ചാനലിന് വേണ്ടി അല്ലെങ്കിൽ വൻകിട കപ്പൽ ചാലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ ക്ലിയർ ചെയ്യുന്നത് ഒഴിച്ചാൽ യഥാർത്ഥത്തിൽ മത്സ്യബന്ധനം നടത്തുക എന്നുള്ളത് ദുഷ്കരമായ ഒരു കാര്യമായി ഈ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക്
നടത്തുന്ന ഒരു പരിപാടിയുടെ ഭാഗമായാണ് നമ്മുടെ വിദ്യാഭ്യാസപരമായും ഏറ്റവും താഴെ നിൽക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളുടെ ഫലമായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏറ്റവും വലിയ ആവശ്യമായി നമ്മൾ ഉന്നയിച്ചത് ആര് വേണമെങ്കിലും ആകാവുന്ന ഒരു സാഹചര്യം നമ്മുടെ ജനറൽ സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നു. ദിവസയുടെ അഖില കേരള നിയമസഭയുടെ സെക്രട്ടറിക്ക് ആര് വേണമെങ്കിലും ആകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിൽ. MLA ആയിരുന്നു, പലതുമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്റെ മക്കൾ എന്റെ പ്രദേശത്തുള്ള കുട്ടികൾക്ക് പിൻപിടുത്തക്കാരായ ആളുകൾക്ക് വിദ്യാഭ്യാസമില്ല, വിദ്യാഭ്യാസമായി പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നേടിയെടുത്ത സമരം ചെയ്ത് നേടിയെടുത്ത വിദ്യാഭ്യാസ ആനുകൂല്യം ലംഘനത്തിനായി അങ്ങനെയുള്ള സംഗതികൾ പലതും തന്നെ ഇപ്പോൾ കൃത്യമായി നമുക്ക് കിട്ടാൻ സാഹചര്യമില്ല. അങ്ങനെ വരുമ്പോൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി വീണ്ടും നമ്മൾ സമരം ചെയ്യുന്നതായിട്ട് വരും. പലപ്പോഴും നമ്മൾ നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന ആളുകളാണ്. വിവരസഭ ജീവിക്കാൻ പറ്റാതെ വരുമ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ മാത്രം ജോലിപീഡനമായി താഴെ ഭരിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കാനുമാണ് സമരം ചെയ്യുന്നത്. കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടണം. അതിനെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകണം. നമ്മുടെ പിള്ളേരുടെ ഭാഗത്തായാലും മുതിർന്ന ആളുകളുടെ ഭാഗത്തായാലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വനിതകൾ എന്നും നമ്മുടെ വഴികാട്ടിയാണ്. അവരാണ് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് നയിക്കുന്നത്. അവരെല്ലാം ഇന്ന് ഇത്തരം ശീലിതരാണ്. അതെല്ലാം മാറ്റിയെടുത്ത് വനിതാ സംഘടനകളെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് ഒട്ടേറെ സങ്കീർണമായ സാഹചര്യങ്ങൾ ജീവിച്ചു വരുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്കിവിടെ ഉണ്ടായ അപകടങ്ങൾ നിങ്ങൾ ആലോചിക്കണം. പെരിയാറിലുണ്ടായ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായത് മാത്രമല്ല, ഒരു വർഷത്തോളം അവിടെ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ കിട്ടാതിരിക്കുകയും അഥവാ കിട്ടിയാൽ അത് യഥാർത്ഥ വില കിട്ടാതെ വരികയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്, ഒരു വർഷം. പക്ഷേ സർക്കാർ ഇടപെട്ട് അതിന് പരിഹാരമാർഗം ഉണ്ടാക്കുക എന്ന് പറയുകയല്ലാതെ പരിഹാരമാർഗം ഒന്നും തന്നെ ഉണ്ടായില്ല. ഒരു വർഷം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളി കഷ്ടത്തിലായിപ്പോയി. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ കടലോര പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ വിഷയങ്ങൾ ഐബിയുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ വളരെ വിശദമായി പഠിച്ച് ആദരിക്കപ്പെടുന്ന ശ്രീ ഷൈജു നോക്കിയിട്ട് ഒന്നാമതായി പ്രവർത്തിക്കുന്ന നേതാവാണ് ഷൈജു. അടക്കമുള്ള നേതാക്കന്മാരെ സഹോദരങ്ങളെ സഭയുടെ 19ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് പരിപാടി നടക്കുന്നത്. അല്പം താമസിച്ചു പോയത് എന്നോട് വരുന്ന അവസരത്തിൽ ഇടക്കുറ്റിയിൽ നമ്മൾ മത്സ്യത്തൊഴിലാളി വലയെത്താൻ പോയത് വെള്ളത്തിൽ വീണു ആ പ്രദേശത്തൊന്നും പോയി അതിന് ശേഷമാണ് ഇവിടെ അതുകൊണ്ടാണ് എടുക്കാനായിട്ട് സമയം ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം അധ്യക്ഷ പ്രസംഗത്തിൽ CAK സദസ്സിൽ സൂചിപ്പിക്കുന്നതുപോലെ ഉള്ള ആനുകൂല്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയുള്ള ബന്ധപ്പാടുകളാണ്. പുതിയ ഒരു ആനുകൂല്യം നമ്മൾ ആവശ്യപ്പെടുന്നില്ല.
പക്ഷെ നമ്മൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ അത് സാമുദായികമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതികരിക്കാതിരുന്നിട്ടല്ല. ഈ കഴിഞ്ഞ മാസം 29-ാം തീയതി സെക്രട്ടേറിയറ്റ് പഠിക്കൽ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സഭയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ, ജില്ലാ താലൂക്ക് കമ്മിറ്റി അംഗങ്ങൾ, തിരുവനന്തപുരം ജില്ലയിലുള്ള സഹപ്രവർത്തകർ ഉൾപ്പെടെ ഉള്ള സമര പരിപാടികൾ നമ്മൾ നടത്തിയിരുന്നു. പക്ഷേ പ്രശ്നങ്ങൾ ഇപ്പോഴും സങ്കീർണമാണ്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ തന്നെയും നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടുന്നതിന് പല തടസ്സങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഉത്തരവിറക്കിയത് ലംസ് ഗ്രാന്റ് സ്റ്റൈഫൻഡ് ഹോസ്റ്റൽ ഫീസൊക്കെ കുട്ടികളുടെ അക്കൗണ്ടിലാണ് വരുന്നത്. അത് കോളേജ് അധികാരികൾക്ക് കൊടുക്കേണ്ട ട്യൂഷൻ ഫീസ്, എക്സാമിൻ ഫീസ് അടക്കമുള്ള കുട്ടികളുടെ അക്കൗണ്ടിൽ വരുന്നത് കാരണം മാനേജ്മെന്റ് കോളേജുകൾ പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ അക്കൗണ്ടിൽ പണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുകയില്ല, അതുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് പണം അടയ്ക്കണം, പരീക്ഷ എഴുതണമെങ്കിൽ പണം അടയ്ക്കണം എന്നുള്ളൊരു നിബന്ധനയുമായി ലഭിക്കുന്നു. നമ്മൾ വളരെ കർശനമായി ഇടപെട്ടതിന്റെ ഫലമായി ഒടുവിലൊരു തീരുമാനമുണ്ടായി. കുട്ടികളുടെ പേരിൽ ഈ പണം വന്നു കഴിഞ്ഞാൽ 10 ദിവസത്തിനകം കോളേജ് അധികാരികളെ ഏൽപ്പിക്കാമെന്നൊരു സത്യപ്രസ്താവന എഴുതി കൊടുത്ത് ഈ ആനുകൂല്യം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 19ാമത്തെ റാങ്കിൽ വരുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് കോളേജിൽ MBBS സ്വാശ്രയ കോളേജാണെങ്കിൽ അത് 10,219 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക്, ചുരുക്കി പറഞ്ഞാൽ 10,219 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് കോളേജിൽ അല്ലെങ്കിൽ സ്വാശ്രയ കോളേജിൽ ഈ വർഷം MBBSന് അഡ്മിഷൻ കിട്ടുന്ന സാധിക്കുന്നുള്ളത്. BDS ആണെങ്കിൽ ഗവൺമെന്റ് കോളേജിൽ 13,840 റാങ്കുകളുണ്ട്. സ്വാശ്രയ കോളേജാണെങ്കിൽ 39,240. എത്രയോ കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം. ഒരുപാട് കുട്ടികൾ, 100 കണക്കിന് കുട്ടികൾ നമ്മുടെ കൂടുതൽ BDS പാസ്സാകുന്ന കുട്ടികളുണ്ട്. ആയുർവേദത്തിലാണെങ്കിൽ ഗവൺമെന്റ് കോളേജ് 21,230, സ്വാശ്രയ കോളേജ് 21,027. ഇങ്ങനെ പോകുന്നത് പറഞ്ഞാൽ എൻട്രൻസ് എഴുതുന്ന കുട്ടികൾ, B ഗ്രൂപ്പ് എടുത്ത എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്ക് ഒന്നുകിൽ MBBS അല്ലെങ്കിൽ BDS അല്ലെങ്കിൽ ആയുർവേദം, ഹോമിയോ, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫിഷറീസ് ഏതെങ്കിലും ഒന്നിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് യോഗാധ്യക്ഷൻ ശ്രീ സത്സൻ ചേട്ടൻ, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ശ്രീ സുഗുണൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ MP ഐബിയുടൻ, മുഖ്യപ്രഭാഷണം നടത്തി കഴിഞ്ഞ ശ്രീ ദിനകരൻ സാർ, വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള KS ഷാജു ഉൾപ്പെടെ ധീവര സഭയുടെ ആദരണീയരായ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാഭ്യാസ അവാർഡ് ജേതാക്കളായിട്ടുള്ള വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, അഖില കേരള ധീവര സഭയുടെ വൈപ്പിൻ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഈ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടുകൂടി ഇതിൻ്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമേ അറിയിച്ചു. 10 മണിയാണ് നമ്മുടെ പരിപാടിയുടെ സമയം അറിയിച്ചിരുന്നത്. ദിനകരൻ സാറെല്ലാമുള്ള ഒരു വേദി, അദ്ദേഹം ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ഞാൻ കാരണം ഒരു അസൗകര്യം ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 9:50 തന്നെ ഇവിടെ എത്തിയ ആളാണ്. അപ്പോൾ 9:50 എത്തിയപ്പോൾ സംഘാടകരെ വിഷമിക്കുകയും അപ്പോൾ എനിക്ക് അനുവാദം തന്നു, കുറച്ച് വൈകി വന്നാൽ മതി. ഇതിനിടയിൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ജനകീയ സദസ്സ് സർക്കാർ പരിപാടി അപ്പുറത്ത് ടാലൻറ്റ് സ്കൂളിൽ നടക്കണം. അപ്പോൾ ഒന്ന് അവിടെ പങ്കെടുത്തിട്ട് ഞാൻ അരമണിക്കൂർ ബ്രേക്ക് എടുത്ത് ഇതിൽ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വരുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ ഒരു അസൗകര്യം വന്നതുകൊണ്ടാണ്, അവിടെ പോയതിനു ശേഷം വന്നതുകൊണ്ടാണ് ഞാൻ വരാനായിട്ട് വൈകിയത്. അപ്പോൾ സദയം
ക്ഷമിക്കൂ എന്നുള്ളത് അറിയാമല്ലോ, ക്ഷമിച്ചു അല്ലേ? അതാക്കിയപ്പോൾ അല്ല, എൻ്റെ അടുത്ത് ഒപ്പിട്ടിട്ടാ പോയത്. അപ്പൊ നമ്മുടെ ഈ സഭ വളരെ സമ്പന്നമായ ഒരു ചരിത്രമുള്ളതാണെന്ന് ഞാൻ പറയാതെ തന്നെ ഉദ്ഘാടകനും ദിനേരൻ സാറെല്ലാം വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ മഹാഭാരതത്തിലും അതുപോലെ ഉള്ള പുരാണങ്ങളിലെല്ലാം പരാമർശിക്കപ്പെടുന്ന വളരെ സമ്പന്നമായ ഒരു ചരിത്രമുള്ള സഭയാണ് ധീവരസഭ. കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിലുമെല്ലാം മഹത്തായ പങ്കുവഹിച്ചിട്ടുള്ള സംഘടനയാണ്. ഇന്നിപ്പോൾ സാധാരണഗതിയിൽ ജനനം, മരണം, വിവാഹം തുടങ്ങിയ ആചാരാനുഷ്ഠാന കാര്യങ്ങളിലാണ് സമുദായ സംഘടനകൾക്ക് പ്രധാനമായ പങ്ക് പണ്ട് മുതലേ വഹിക്കുന്നതെങ്കിലും ഇന്ന് കേരളത്തിൻ്റെ സമുദായ അംഗങ്ങളുടെയും മറ്റു വിഭാഗങ്ങളുടെയും സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി ഏറ്റെടുത്ത് നടപ്പാക്കുന്ന സാമൂഹ്യ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ധീവരസഭ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ പുരാണങ്ങളിലും എല്ലാം പരാമർശിക്കുന്ന ഫിഷർമാൻ, ആ അർത്ഥത്തിലാണല്ലോ ഈ ധീവര എന്നുള്ള സംസ്കൃത വാക്കിൽ നിന്നും നമ്മുടെ ഈ പേര് തന്നെ ഉടലെടുത്തിട്ടുള്ളത് ആ പ്രസ്ഥാനത്തിൽ. അപ്പോൾ പ്രധാനമായും സമുദായ താല്പര്യങ്ങളെക്കാൾ ഉപരി മറ്റ് മേഖലകളിൽ, പ്രത്യേകിച്ച് കോസ്റ്റൽ ബെൽറ്റിലെല്ലാം ഉള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തെ കൂടി മുൻതൂക്കവും പ്രാധാന്യം നൽകി പ്രവർത്തിക്കുകയും അത്തരം കാര്യങ്ങൾ സഭ ഏറ്റെടുക്കാറുണ്ട്. അത് നിവേദനങ്ങളായിട്ടാണെങ്കിലും പ്രക്ഷോഭങ്ങളായിട്ടാണെങ്കിലും എല്ലാം പല ഘട്ടങ്ങളിൽ അതിൻ്റെ എല്ലാം മുൻനിരയിലേക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. അതിൽ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ഒരുപാട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ഇപ്പോൾ ദിനേരൻ സാറെല്ലാം MLA ഒക്കെ ആയി പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ ഈ മേഖലകളിൽ ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് നമ്മുടെ തീരമേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പല വികസന പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. അത് വിശദീകരിക്കേണ്ട ഒരു വേദിയല്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മുടെ ജീവനോപാധികളുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് സുസ്ഥിരമായ നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തിയുള്ള കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇത്യാദി എല്ലാ മേഖലകളിലും ഗവൺമെൻറ് ശ്രദ്ധ പതിപ്പിക്കുകയും ഗുണഭോക്താക്കൾ എന്ന നിലയിൽ അവർക്കത് അനുഭവവേദ്യമാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും നാം നടത്തിപ്പോരുന്നുണ്ട്. വൈപ്പിൻ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നടപ്പാക്കിപ്പോരും. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാർ, കൊച്ചു കുട്ടികൾ, ഡോക്ടർ ഹരിത, ഡോക്ടർ MJ ഗോപിക, ശ്രീ DK മുരളീധരൻ, അനന്ത് സുനിൽ, അപ്പു പ്രകാശ് ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നിവേദിതമായിട്ടുള്ള നമസ്കാരം. സമയമേറെ വൈകി അവിടെ ഒരുപാട് പറയേണ്ടതെന്ന് MLA ആവശ്യപ്പെടുന്നു. കാരണം വലിയൊരു ചൂടിൻ്റെ അന്തരീക്ഷത്താണ് ഇരിക്കുന്നത്. നഗരമാഷിന്റെ നേതൃത്വത്തിലുള്ള ധീവരസഭ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിലൂടെ നേടിക്കിട്ടിയ OEC ആനുകൂല്യം കൊണ്ട്, അതുവഴി കിട്ടിയ ലംസം ഗ്രാന്റ് കൊണ്ട് പഠനം പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്. ഇന്നിപ്പോൾ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ധീവരസഭയുടെ ഐതിഹാസികമായ പോരാട്ടങ്ങളൊക്കെ ചരിത്രമാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന കുട്ടികൾ, അവരോട് സൂചിപ്പിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇതിലൂടെ ഈ സമ്മേളനത്തിലുള്ള ആളോട് സൂചിപ്പിക്കാനുള്ളത്, ധീവരസഭയിൽ നിന്ന് ഉന്നത പദവിയിൽ എത്തിയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. എനിക്കിപ്പോൾ ജസ്റ്റിസ് ദിനേശ് സെക്രട്ടറിയായി ദിനേശ് സാർ കഴിഞ്ഞ കാലം ജസ്റ്റിസിലാൻ തോന്നുന്നു. അതുപോലെ ജില്ലാ കളക്ടർമാരും പേരെടുത്ത ടെക്നീഷ്യന്മാരും അതുപോലുള്ള ആളുകളൊന്നും ഈ സമുദായത്തിൽ ഇല്ലായിരുന്നതാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഇന്നും മത്സ്യബന്ധനത്തിന് വേണ്ടി ഒറ്റവഞ്ചിയിൽ ഒറ്റയ്ക്ക്
കായലിലും കടലിലും അല്ലെങ്കിൽ കടലിൻ്റെ ആ പ്രക്ഷോഭം ആ കടലിൻ്റെ താളം നോക്കി കടലിൽ പോകുന്ന ആളുകളൊക്കെയാണ്. ഉന്നത വിദ്യാഭ്യാസം നേടി ജീവിത പശ്ചാത്തലമൊക്കെ മറന്ന് ഇത് വളരെ ചുരുക്കം ആളുകൾ, ഒരുപക്ഷെ PSC ചെയർമാനായിട്ട് ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനെ പോലെ ചില ആളുകൾ മാത്രമേ ഉള്ളൂ. അതിനൊരു മാറ്റം വരുത്താൻ നമുക്കാവണം. ഇവിടെ ഇരിക്കുന്ന സഹോദരി അല്ലെങ്കിൽ ഗുരുജനങ്ങൾക്ക് അതിന് വേണ്ടിയുള്ളൊരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. കാരണം വരുന്ന തലമുറ അല്ലെങ്കിൽ നമ്മളെ ഓർക്കുന്നത്, ചരിത്രം ഓർക്കുന്നത് കുടുംബ പശ്ചാത്തലവും നാം ചെയ്യുന്ന ജോലിയും നാം ഇടപെടലുകളുമാണ് പലപ്പോഴും ചരിത്രത്തിൻ്റെ നാളുകളിൽ രേഖപ്പെടുത്തുന്നത്. ഒരാൾ ജനിക്കും, ഒത്തിരി ആളുകൾ ജനിക്കും, മരണമടയും, ജീവിച്ച് കുറേ കാലം മുന്നോട്ട് പോകും. പക്ഷെ എക്കാലവും ഓർക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ പേരിൽ എന്തെങ്കിലും ഒരു ഓർമ്മക്കുറിപ്പുകൾ, ഒരു കുറിപ്പ് ചരിത്രത്തിൽ ഇടം നേടുന്ന രീതിയിൽ രേഖപ്പെടുത്തുമ്പോഴാണ് ആ വ്യക്തിയെ എക്കാലവും ഓർമ്മപ്പെടുന്നത്, ഓർപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് മഹാന്മാർ ക്ഷേമനിധി ബോർഡ്, മോട്ടോർ തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡ്, ഈ ക്ഷേമനിധി ബോർഡിലെല്ലാം 18 വയസ്സാകുന്ന ആളുകൾക്ക് അംഗമാകാം, 60 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർഡ് ആകും. എല്ലാ ക്ഷേമനിധി ബോർഡിൽ നിന്നും റിട്ടയർമെന്റ് ആവുമ്പോൾ ഒരു തുക, പ്രോവിഡന്റ് ഫണ്ടെന്നോ ഗ്രാറ്റുവിറ്റി എന്നോ വലിയ എന്ത് വേണേലും വിളിച്ചോട്ടെ, ഒരു തുക ചെറുത് വലുതായിക്കോട്ടെ മറ്റ് ക്ഷേമനിധി ബോർഡിൽ നിന്ന് അതിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് തിരികെ നൽകുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അടക്കുന്ന ഒരു ന്യായ പൈസ പോലും തിരികെ ലഭിച്ചതായിട്ട് ഒരു സംഭവം, ഒരു ചരിത്രവും കേരളത്തിലില്ല എന്ന് ഞാൻ ഉറപ്പെടുത്തുകയാണ്. 1 രൂപ അങ്ങനെ പറയുന്നത് 1600 രൂപ ക്ഷേമ പെൻഷൻ നൽകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് എന്ന് പറയുന്നത്. എന്തിനാ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകുന്നത്? കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്ന 1600 രൂപയുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ് പിന്നിട്ട ആളുകൾക്ക് പഞ്ചായത്ത് കൊടുക്കും 1600 രൂപ പെൻഷൻ എന്ന് പറയുന്നത്. പിന്നെന്തിനാ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നൽകുന്നത്? അപ്പോ വലിയൊരു കൊടിയ വഞ്ചനയാണ്. ഇത്രയും ജനവഞ്ചന നേരിട്ടൊരു സമൂഹം എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറൊരു സമുദായം, വേറൊരു വിഭാഗവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മത്സ്യത്തൊഴിലാളികളെ ഭരിക്കുന്നത് മത്സ്യബെട്ടാണെങ്കിൽ ക്ഷേമനിധി ബോർഡാണെങ്കിൽ രാഷ്ട്രീയക്കാരാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണ് പലപ്പോഴും ഈ 2 കമ്മിറ്റിയുടെയും തലവന്മാരാകാറുള്ളത്.